ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാച്ചിലർ സ്പെഷ്യലായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നല്ല രുചിയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 സവാളയും കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ചിലരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയും കൂടി ആയിരിക്കും. പക്ഷേ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിനി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ പിന്നെ ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി ആണെങ്കിലും ഒരു നല്ല പഴുത്ത തക്കാളി അത്രയും ചേർത്തിട്ടുള്ള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതേ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക, വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഏകദേശം ഒരു 1/4 കപ്പ് അത്ര വെള്ളം ഒഴിക്കുന്നുള്ളൂ, കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്ക് ആ ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു കടിക്കുന്ന പരുവെല്ലാം മാറി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് അത്രയൊക്കെ വേണ്ടുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ 4 മുട്ടയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടൻ്റെ ആ ഒരു ഉണ്ണി പൊട്ടാത്ത രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവും, വെന്ത് കഴിയുമ്പോഴും നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 4 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഉപ്പൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി, ആ മുട്ടയുടെ മേലെ മാത്രം ഇട്ടാൽ മതി. ഒരു നുള്ളു കുരുമുളക് കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും മുട്ട നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. എന്നാൽ മാത്രമേ നമുക്കിതൊന്ന് മറിച്ചിടാൻ പറ്റുള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. മുട്ടയുടെ ഉണ്ണിയൊന്നും പൊട്ടാതെ അങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഞാനിത് ചെറിയ പീസായിട്ട് ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 4 മുട്ടയും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സൂക്ഷിച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോഴും ഇതുപോലെ 4 പീസായിട്ട് സെർവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരാൾക്ക് 1 പീസൊക്കെ മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സൈഡും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതെടുത്ത് സെർവ് ചെയ്യാം. ഇത്രയേ പണിയുള്ളൂ. ഞാനിനി ഇത് കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ ഇനി നല്ല ചൂടോടെ തന്നെ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് സാധാരണ ഉണ്ടാക്കാറുണ്ടാവും കുറേ പേരൊക്കെ. അപ്പോൾ ഉണ്ടാക്കുന്നവർ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.